ഒരുപക്ഷെ നേരത്തെയും രാഹുൽ മാങ്കുട്ടത്തിന് പൂർണ്ണ പിന്തുണ നൽകിയ അടൂർ പ്രകാശ് ആരെ പ്രതിരോധത്തിലാക്കാൻ പറഞ്ഞതാണ് എന്ന് സംശയിക്കാം. കാരണം ഇപ്പോഴുള്ള നേതൃത്വം രാഹുൽ മാങ്കുട്ടത്തിൽ വിഷയത്തിലെടുത്ത ഒരു നിലപാടുണ്ട്. ആ നിലപാടിന് വിരുദ്ധമായ പ്രതികരണം നമ്മൾ നേരത്തെയും അടൂർ പ്രകാശിൽ നിന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അടൂർ പ്രകാശ് യഥാർത്ഥത്തിൽ ഇവിടെ കോൺഗ്രസ് നേതൃത്വം, പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് എടുത്തിരിക്കുന്ന നിലപാട് അത് തെറ്റാണ് എന്ന് കാണിക്കാൻ, അല്ലെങ്കിൽ ആ നിലപാട് കൊണ്ട് പരാജയം സംഭവിക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടി എടുത്തൊരു രാഷ്ട്രീയ നിലപാടാണോ എന്ന് സംശയിച്ചാൽ കുറ്റം പറയാൻ പറ്റില്ല. കാരണം തെരഞ്ഞെടുപ്പ് ദിവസം പ്രധാനപ്പെട്ട നേതാക്കൾ നടത്തുന്ന പ്രതികരണങ്ങൾ ഉറപ്പായിട്ടും ആ രാഷ്ട്രീയ പാർട്ടിയെ ബാധിക്കുമല്ലോ. നമുക്ക് ഇ.പിയുടെ കാര്യം ഓർമ്മയുണ്ടല്ലോ. ഇ.പിയുടെ കാര്യത്തിൽ നമ്മൾ CPM അങ്ങനെ പ്രതിരോധത്തിലായി എന്നുള്ള കാര്യം പറഞ്ഞാണ് അന്ന് വളരെ പെട്ടെന്ന് തന്നെ മുഖ്യമന്ത്രി അടക്കം പ്രതികരണമായി രംഗത്ത് വന്ന് നമ്മൾ കണ്ടാണ്. ഇന്ന് അതുപോലെ തന്നെ കോൺഗ്രസിൽ അങ്ങനെ പ്രതികരണം നമ്മൾ കണ്ടു. എല്ലാ നേതാക്കളും തള്ളിപ്പറയുന്നു. ക്ഷമിക്കണം, ഷാനി മോൾ ഉസ്മാൻ അടക്കമുള്ള നേതാക്കൾ അതിശക്തമായി നേതൃത്വം എടുത്ത നിലപാടാണ് പാർട്ടിയുടെ നിലപാടെന്ന് വ്യക്തമായി പറയുന്നു. അതിനുശേഷം ഇതാ ഏറ്റവും ഒടുവിൽ പാർട്ടി സംസ്ഥാന അധ്യക്ഷന്റെ വാർത്താക്കുറിപ്പും ഇറങ്ങിയിരിക്കുകയാണ്. KPCC പ്രസിഡന്റ് വാർത്താക്കുറിപ്പും ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ പാർട്ടി പൊതുവായി എടുത്തിരിക്കുന്ന നിലപാട്, അതിൽ ചില നേതാക്കളെങ്കിലും പലപ്പോഴുമായി ഈ ദിലീപുമായി ബന്ധപ്പെട്ട കേസിലാണെങ്കിൽ ഈ കേസിൽ പ്രതിപ്പട്ടികയിൽ നിൽക്കുമ്പോൾ തന്നെ ദിലീപിന് പിന്തുണ നൽകുന്ന പ്രതികരണങ്ങൾ അല്ലെങ്കിൽ ദിലീപിന് സ്വീകരണം നൽകുന്ന നടപടികളൊക്കെ ആലുവ കേന്ദ്രീകരിച്ച് ചില കോൺഗ്രസ് നേതാക്കൾ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ കണ്ടതുമാണ്, അന്നൊക്കെ അത് വാർത്തയായതുമാണ്. ചില നേതാക്കളുണ്ട്, പലയിടത്തുമുണ്ട് എന്നുള്ളതാണ്. ഇതിൽ പാർട്ടി ഭേദമില്ല എന്നുള്ളതാണ്. സ്ത്രീവിരുദ്ധ നിലപാടെടുക്കുന്നതിൽ പാർട്ടി ഭേദമില്ല.